ഹലോ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വർഷങ്ങളായി ഞാനൊരു ചെറിയ സീക്രട്ട് ഫോളോ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ സീക്രട്ട് ഫോളോ ചെയ്യുകയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. 3 ടാൽക്കം പൗഡറുകൾ ചെറിയ അളവിൽ മിക്സ് ചെയ്ത് ദിവസവും ഉപയോഗിക്കുന്ന ഒരു ശീലം പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് സ്കിന്നിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൗഡർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ടാണ് പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ 3 പൗഡർ മിക്സ്, അതായത് 3 പൗഡർ മിക്സ് ചെയ്ത സീക്രട്ട് ഡെയിലി യൂസ് ടാൽക്കം പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ബെസ്റ്റാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം ഇന്ന് ആ രീതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ ആദ്യം ഒരു കാര്യം, ഇതൊരു ചെറിയ അത്ഭുത ഫോർമുലയല്ല. എല്ലാവർക്കും ഒരുപോലെ ഫലം ലഭിക്കുമെന്ന് പറയാനും ഞാൻ ഉറപ്പ് തരുന്നില്ല കേട്ടോ. പക്ഷേ അത് നന്നായിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം 100 പേര് വാങ്ങിക്കുന്നവർക്ക് 1-2 പേർക്ക് അത് എന്തെങ്കിലും പറ്റുന്നതേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അനുഭവം ടാൽക്കം പൗഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ദിവസവും ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചില വിവരങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. വീഡിയോ അവസാനം വരെ കാണും കേട്ടോ. കാരണം അവസാനത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാന ടിപ്പുകൾ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് പേര് ഈ വീഡിയോ ഫുള്ളും കാണാതെ എന്നെ വിളിച്ച് ഒരുപാട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ, ഞാൻ തന്നെ വേറൊരാളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും റീച്ച് കിട്ടാം. അങ്ങനെയൊന്നുമല്ല, ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നതിന് ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ചില ആളുകൾ വ്യത്യസ്ത പൗഡറുകൾ ചെറിയ അളവിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അത് പലരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് അവരൊന്നും പറഞ്ഞു തരാത്തതാണ്. ഓരോന്നിൻ്റെയും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും സുഗന്ധം, ഫീല്, ടെക്സ്ചർ എന്നിവ ഉൾപ്പെടുന്നതിലാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പൗഡറുകൾ മിക്സ് ചെയ്താൽ അതുകൊണ്ട് അധിക ആരോഗ്യ ഗുണം ലഭിക്കുമെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ എന്നാലും അത് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുക. ചർമ്മത്തിൽ അസ്വസ്ഥത, ചൊറിച്ചിൽ, ചുവപ്പ്, തടിപ്പ് തോന്നിയാൽ ഉപയോഗം നിർത്തുക കേട്ടോ. അപ്പോൾ നല്ല ഡെയിലി യൂസ് ശീലം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാൽക്കം പൗഡർ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സുഖകരമായ അനുഭവം ലഭിക്കും. നിങ്ങൾ ഈ ടാൽക്കം പൗഡർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്. ഇത് നല്ലൊരു പൗഡറാണ്. പക്ഷേ അത് നല്ല പൗഡർ, നല്ല ബ്രാൻഡഡിൻ്റെ പൗഡർ യൂസ് ചെയ്യുമ്പോൾ അത് ആ ബ്രാൻഡഡ് പറയുമ്പോൾ അതിലും ഗുണമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്യുന്ന 3 പൗഡറും വലിയ വില കൂടിയ ബ്രാൻഡഡ് പൗഡറുകളാണ്. അതെൻ്റെ സീക്രട്ടാണ് കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇത് യൂട്യൂബിലൂടെ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഒത്തിരി പേര് എന്നോട് ഉടനെ ചോദിക്കും, മുഖത്തിടുന്ന പൗഡർ, ക്രീം, അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഓരോന്ന് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു പൈസ ഇല്ലാതെ നമ്മൾ കുറഞ്ഞ പൈസയിൽ റീസണബിൾ റേറ്റിലാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സാധാരണക്കാർ പറഞ്ഞിട്ട് സാധാരണക്കാർക്കും അല്ല, വലിയ റിച്ചായിട്ടുള്ള ആൾക്കാർക്കും നന്നായിട്ട് യോജിക്കും. ആൺ പെൺ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഹെയർ ഡൈ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പേര് വാങ്ങിച്ചവരിൽ ഒരു 3-4 പേർക്കാണ് അലർജി പറഞ്ഞത്. അത് ഡേഞ്ചറായിട്ടൊന്നുമില്ല. ഒരാൾക്ക് എന്തോ അസുഖമുള്ളത് കൊണ്ട് കുറച്ച് ഹോസ്പിറ്റൽ ഗുളികളൊക്കെ കഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്നും അലർജി ഇല്ല അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ഹെയർ ഡൈൻ്റെ പൊടികൾ അലർജി ആവും ചിലവർക്ക്. അതിൽ ഹെർബൽ തന്നെ ആയാലും പൊടികൾ അലർജി ഉണ്ടാക്കും. ലിക്വിഡ് ചിലവർക്ക് ചേരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ അതിന് മറുപടിയൊക്കെ തരാം. അപ്പോൾ ടാൽക്കം പൗഡർ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എപ്പോഴും വൃത്തിയുള്ളതും പൂർണ്ണമായി ഉണങ്ങിയതുമായ ചർമ്മത്തിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ രണ്ടാമത്തെ, വളരെ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി എടുത്താൽ മതി. ആദ്യം നമ്മൾ ഏത് യൂസ് ചെയ്യുമ്പോഴും ഇച്ചിരി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ക്രീം ഞാൻ ഇതിൽ കൂടി പറയാം, ഇത്രയും ആദ്യം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ക്രീം ഉപയോഗിക്കുമ്പോൾ കുറച്ച് വേർപ്പൊക്കെ നിങ്ങൾ മേക്കപ്പ്, അതായത് എന്ത് ഇടുമ്പോഴും ഫാനിൻ്റെ അടിയിൽ വന്നിട്ട് വേണം കുളിച്ച് വന്ന്
ഒന്ന് തുടച്ച് കുറച്ച് ഈർപ്പമുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഈർപ്പത്തോടു കൂടി ക്രീം ഇടുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പൗഡർ നല്ല ഉണങ്ങിയതിന് ശേഷമാണ്, അത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ചെറിയ ഫാനിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ക്രീം ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ വിയർക്കും കേട്ടോ. ആ വിയർപ്പ് കുറച്ച് കഴിഞ്ഞാൽ മാറും. അല്ല വിയർപ്പ് കൂടുതൽ ചൊറിച്ചിൽ അങ്ങനെ തടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിർത്തണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വിയർപ്പ് കുഴപ്പമൊന്നുമില്ല, എനിക്കൊക്കെ വിയർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ വിയർപ്പൊക്കെ ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മനസ്സിലായില്ല? ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതാകാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ലെങ്ത് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ വിയർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർമ്മത്തിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഇത് പുറത്തോട്ട് തള്ളുന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊന്നും കൊണ്ട് പേടിക്കണ്ട. ഈ വിയർപ്പ് വന്നിട്ട് ചൊറിച്ചിലും തടിപ്പും ചുവപ്പ് കളറൊക്കെ വരികയാണെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ളതാണ്, ഏത് ക്രീം ഇടുമ്പോഴും കുറച്ച് വിയർക്കും. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം, ഫാനിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് പിന്നെ കറണ്ട് പോയാലോ ചോദിക്കും. കറണ്ട് പോകുമ്പോൾ നിങ്ങൾ വിയർപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ക്രീം ഇടുക. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ അത് ഒന്ന് സെറ്റായതിന് ശേഷം പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ, മുഖത്തേക്ക് നേരിട്ട് പൊടി ഉയരുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ പൗഡർ ഇടുമ്പോൾ കണ്ണൊക്കെ അടച്ചു വെച്ചിട്ട് മൂക്ക് താത്തിയിട്ട് വേണം പൗഡർ 2 കയ്യിലാക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ല പ്രസ് ചെയ്തിട്ടാൽ മതി. ഇതിനു വേണ്ടി തുണിയോ സ്പോഞ്ചോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചിലവർ ഈ പഴയ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇട്ടിട്ട് പറയും, ചിലപ്പോൾ പറയും നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഏറ്റവും വൃത്തിയായിട്ടുള്ളത് നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് ക്രീമായാലും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇട്ട് കൊടുക്കുന്ന രീതിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുഖത്തേക്ക് നേരിട്ട് പൊടി ഉയരുന്ന രീതിയിൽ ഫാൻ്റെ അടിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തുമ്മലും ഇതൊക്കെ വരും. മുഖമൊക്കെ താത്തിയിട്ട് കണ്ണൊക്കെ അടച്ചിട്ട് വേണം പൗഡർ ഇടാൻ. അത് പൗഡറിൻ്റെ ഒരു പ്രത്യേക ഇതാണ് ഇടുന്ന രീതി കേട്ടോ. പിന്നെ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക പൊടി പാറുന്ന രീതിയിൽ. പിന്നെ പൊടി ശ്വസിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ. പിന്നെ വിയർപ്പ് കൂടുതലുള്ള ദിവസങ്ങളിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. വിയർപ്പൊക്കെ ഒരുപാടുള്ള ദിവസങ്ങളിൽ പൗഡർ നിങ്ങൾ കുറച്ച് അല്ലെങ്കിലും കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ മതി. നോക്കിയിട്ട് ഈ വിയർപ്പിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ പൗഡർ ഇടരുത്. അത് ഒരിക്കലും നല്ല ഗുണം ചെയ്യില്ല. പിന്നെ അതുപോലെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ വർഷങ്ങളായി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് 3 പൗഡറുകൾ ചെറിയ അളവിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്കിത് ഇഷ്ടമാണ്. പക്ഷേ അതെല്ലാവർക്കും യോജിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓരോരുത്തരുടെയും ചർമ്മം വ്യത്യസ്തമാണ്. അതിനാൽ മറ്റൊരാൾക്ക് നന്നായി ചേരുന്നത് നിങ്ങൾക്കും ചേരണമെന്നില്ല. പുതിയ രീതിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെറിയ ഭാഗത്ത് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇത് 100 രൂപയാണ് കേട്ടോ. ഇതിലാണ് പൗഡർ കേട്ടോ. ഇത് 15 ഗ്രാമാണ്. ഇത് 3 ബ്രാൻഡിൻ്റെ നല്ല ബ്രാൻഡിൻ്റെ പൗഡറുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഉള്ളിലൊരു അടപ്പുണ്ട്. ഇത് ഞാൻ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചിലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു അടപ്പുണ്ട്. അതിൽ നിങ്ങൾക്കൊരു ഹോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കുടഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പിഞ്ച് കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ 2 കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ലൂസ് പൗഡർ കാണിച്ചു തരാം. ഇതാണ് പൗഡർ അതിൻ്റെ അകത്തുള്ളത്. കണ്ടോ? ഇത് നല്ല നേരിയ ടെക്സ്ചറാണ് കേട്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് 2 കയ്യിൽ കണ്ടോ. ഇങ്ങനെ ഇതുപോലെ തന്നെ ക്രീമും ഇടണം കേട്ടോ. നിങ്ങളിങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ പൗഡറൊന്നും ഇട്ടിട്ടില്ല. ഏതായാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡർ ഇടാതെ വന്നു. ഇന്ന് കുറച്ച് ഉറങ്ങിയ കാരണം കണ്ണിൻ്റെ അടിയിൽ കറുപ്പില്ല. ഉറങ്ങാത്ത ദിവസം കുറച്ച് കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ടാകും കേട്ടോ. ഉണ്ടോ? കണ്ണിൻ്റെ മുകളിൽ ഒക്കെ വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് തേച്ച് ഇങ്ങനെ കൊടുക്കുക. ഇതിന് വേണ്ടി സ്പോഞ്ചോ തുണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നാണ് രോഗാണുക്കളൊക്കെ വരുന്നത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട്, അതിനേക്കാളും നല്ലതാണ് നമ്മൾ വൃത്തിയുള്ള കൈ എപ്പോഴും കഴുകില്ല. അത് വെച്ചിട്ട് നിങ്ങൾ കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പൗഡർ നേരിയ പോലെ എടുത്താൽ മതി. ഞാൻ ലൂസായിട്ട് പൗഡർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ. കാണിച്ചു തരാം. ഇത്രയും നിങ്ങൾക്ക് എടുത്താൽ മതി. ഉണ്ടോ? അയ്യോ സോറി, ഇത്രയും എടുത്താൽ മതി, ഒരു പിഞ്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എൻ്റെ കയ്യിലൊക്കെ പൗഡറായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അത് ബെസ്റ്റാണ്, ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നതാണെങ്കിൽ നിങ്ങൾക്കും ആരോ ബെല്ലടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ബ്യൂട്ടി ടിപ്സ് വീഡിയോകൾ, പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറക്കുന്നത് കൊണ്ട് ഇപ്പം മറക്കുകയാണ്. അത് കാരണം ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത്. ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും എല്ലാം എൻ്റെ തലയിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും അപ്പം തന്നെ ഞാൻ ഇട്ടിട്ട് പോയി ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കും ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇതിൽ വരില്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ഈ പൗഡർ വാങ്ങിക്കുക. ഇത് 100 രൂപയാണ് കേട്ടോ. ഇത് 100 രൂപയാണിത്. അപ്പോൾ ഇത് നല്ല ഡെയിലി യൂസിന് ബെസ്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക. ഓക്കെ, ബൈ, ടാറ്റ.